ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലാപ്ടോപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളും കൂടെ എത്തിക്കാം എന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. അതായത് ബേസിക് യൂസ് മാത്രമേ അതിൽ നടക്കൂ. ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ കളിക്കാം, ചെറുതായിട്ട് എഡിറ്റിങ്ങും ചെയ്യാം. വലിയ എഡിറ്റിങ്ങോ വലിയ ഗെയിമൊന്നും കളിക്കാനൊന്നും പറ്റത്തില്ല. കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ബേസിക് ലാപ്ടോപ്പാണ് ഇത്. ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. നമുക്കൊരു 24 റേഞ്ചാണ് നമുക്ക് കിട്ടിയത്. ഞാനിത് മേടിച്ചിട്ട് ഏകദേശം ഒരു മാസം മേളിലായി. വീഡിയോ ഇടാൻ ടൈം കിട്ടാഞ്ഞിട്ട് വീഡിയോ ഇട്ടില്ല. യൂസ് ചെയ്ത് നോക്കി, നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം നടക്കുന്നുണ്ട്. കാരണം ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കും. അതിനകത്ത് വേറെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു കമ്പനിയുടെ നമ്മൾ കിട്ടിയുള്ളൂ. വേറെ കമ്പനിയുടെ ഒക്കെ നോക്കി, SP ഒക്കെ നോക്കി, SP ഒന്നും നിലവിൽ ഈ പ്രൈസിന് കിട്ടത്തില്ല. ഞാൻ മുതൽ 24 എബോയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഇത് ഓഫർ പ്രൈസിനാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് അല്ലാത്ത ടൈമിൽ ഏകദേശം വില വരുന്ന 27, 28 അങ്ങനെയുള്ള റേഞ്ചിലൊക്കെ വില വരുന്നുണ്ട്. 30, 35 റേഞ്ച് വില പോകുന്നതുമുണ്ട്. അത് ഓരോ ടൈമിങ്ങിനനുസരിച്ചാണ്. നമ്മളെപ്പോഴും ഓഫർ സമയത്ത് മേടിച്ചാൽ നമുക്ക് നല്ലതായിരിക്കും. അതായിരിക്കും നമുക്ക് ഏറ്റവും ബഡ്ജറ്റ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസിനും ഈ ഒരു സ്പെക്കിലും ഈ ഒരു വിലയ്ക്കും കിട്ടുന്നതാണ് നമുക്ക് നല്ലത്. ഇതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ്. കാരണം ഇത് ബേസിക് ലാപ്ടോപ്പാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ലാപ്പിൻ്റെ സ്പെക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മേടിച്ച ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഏസറിൻ്റെയാണ് ലാപ്ടോപ്പ്. ഏസർ ആസ്പയർ 3 ആണ് നമ്മൾ മേടിച്ചത്. അതിൻ്റെ മോഡൽ നമ്പർ എന്ന് വെച്ചാൽ A32451 എന്നാണ് മോഡൽ നമ്പർ. പിന്നെ അതിൻ്റെ പറയാനുള്ളത് കളറ് സിൽവർ ഗ്രേ ആണ് നമ്മൾ മേടിച്ചേക്കുന്നത്. പിന്നെ 2 സെല്ലാണ് ബാറ്ററി. പിന്നെ 65 വാട്ടിൻ്റെ പവർ സപ്ലൈ വരുന്നുണ്ട്. പിന്നെ ടച്ചൊന്നും വരുന്നില്ല. പിന്നെ റെസൊല്യൂഷൻ വരുന്നത് 1920x1080 പിക്സലാണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേ സൈസ് വരുന്നത് 14 ഇഞ്ചാണ്. HD ഡിസ്പ്ലേ ആണ് വരുന്നത്. IPSൻ്റെ ആണ് പാനൽ. പിന്നെ വേറെ വരുന്നതെന്ന് വെച്ചാൽ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത് ഇതിനകത്ത്. അത് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി, സ്റ്റീരിയോ സ്പീക്കർ വരുന്നത്. പിന്നെ പ്രൊസസ്സർ വരുന്നത് ഇൻ്റലിൻ്റെ i3 കോറാണ് പ്രൊസസ്സർ വരുന്നത്. 12 ജനറേഷനാണ് വരുന്നത്. 8GB റാം ഉണ്ട്. DDR4 ആണ് റാം. പിന്നെ കപ്പാസിറ്റി 512GB ആണ് കപ്പാസിറ്റി വരുന്നത്. പിന്നെ ക്ലോക്ക് സ്പീഡ് വരുന്നത് 4.4 GHz ക്ലോക്ക് സ്പീഡ് ഉണ്ട്. പിന്നെ ഗ്രാഫിക്സ് കാർഡ് അതിൽ ഇൻറ്റിഗ്രേറ്റ് ആയിട്ട് UHD ഗ്രാഫിക്സ് കാർഡാണ് വരുന്നത്. അത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഞാൻ പറഞ്ഞ ബേസിക്കാണ്, ഇതായിട്ട് ഗ്രാഫിക്സ് ഇതിനകത്തില്ല. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് Windows 11 വരുന്നത്. പിന്നെ വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് പറയാനായിട്ടൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫുൾ HD ആണ് നമുക്ക് വരുന്നത്. പിന്നെ മൈക്ക് ഇൻക്ലൂഡഡ് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് വല്ല വീഡിയോ കോൾ വരുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ നമുക്ക് ഹെഡ്ഫോൺ തന്നെ കുത്തി സംസാരിക്കണമെന്നൊന്നുമില്ല. നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കണമെങ്കിൽ മൈക്ക് തന്നെ അതിൽ വരുന്നുണ്ട്. പിന്നെ ബാക്ക് ലൈറ്റ് കീപാഡ് ഓപ്ഷൻ ഇതിലില്ല. അത് മെയിനായിട്ട് എനിക്കൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു ഓപ്ഷനാണ്. കാരണം വെച്ചാൽ നമുക്ക് രാത്രി കാലങ്ങളിൽ ഒന്ന് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെട്ടത്തിൻ്റെ കീഴിൽ പോയി നിന്ന് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതൊരു വളരെ മോശപ്പെട്ട ഇതായിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. അതൊരു വെറും നെഗറ്റീവ്, പക്ക നെഗറ്റീവായിപ്പോയി. അതെല്ലാ ലാപ്ടോപ്പിനും കൊടുക്കേണ്ട ഒരു ഓപ്ഷനാണ്. കാരണം നമുക്ക് രാത്രി കാലങ്ങളിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൽ കിടക്കുന്നത് കീപാഡിലെ നമ്പറും അല്ലെ കീയും ഒക്കെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് വളരെ മോശമായിപ്പോൾ. ഇത്രയും രൂപയുടെയൊക്കെ നമ്മൾ ലാപ്ടോപ്പൊക്കെ മേടിക്കുന്ന സമയത്ത് എത്ര രൂപയുടെ ആയെന്ന് പറഞ്ഞാൽ നമുക്കത് കാണണ്ടേ. അത് വളരെ മോശമായിപ്പോൾ എനിക്ക് തോന്നി. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഒന്നും വരുന്നില്ല. 2MP ആണ് ക്യാമറ വരുന്നത്. ഫേസ് അൺലോക്കിംഗ് ഓപ്ഷൻ ഒന്നും വരുന്നില്ല. സ്ക്രീനൊന്നുമല്ല അങ്ങനെയുള്ള. പിന്നെ Wi-Fi 6 ആണ് വരുന്നത്. ബ്ലൂടൂത്ത് ആണെങ്കിൽ 5.2 ആണ്. ഇതൊക്കെയാണ് ഇതിനകത്ത് എടുത്ത് പറയേണ്ട കാര്യങ്ങൾ. നമുക്ക് ലാപ്ടോപ്പ് ഒന്ന് പരിചയപ്പെടാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞ് ലാപ്ടോപ്പ് ഒരു മാസം മുമ്പ് യൂസ് ചെയ്തതാണ്. അതുകൊണ്ട് അൺബോക്സിംഗ് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓൾറെഡി ഞാൻ യൂസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ലാപ്ടോപ്പ് ഒന്ന് കാണിക്കാം. ഇതാണ് ലാപ്ടോപ്പ്. കാണിച്ചു തരാം. ഇതെല്ലാം ഒന്ന് മൂടിക്കോട്ട്. അൺബോക്സിംഗ് ഒന്നും പറയാൻ പറ്റത്തില്ല, ആദ്യം പറയാം. ഇതാണ് ഏസറിൻ്റെ ലാപ്ടോപ്പ്. 14 ഇഞ്ച് ലാപ്ടോപ്പ്. ബാക്കി വിശദമായിട്ട് നമുക്കിതിൽ പരിചയപ്പെടാം. ഇതിനകത്ത് ഫസ്റ്റ് തന്നെ നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചാർജിങ് പോർട്ടാണ്. Type-C ആണ് ചാർജിങ് പോർട്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ USB.
3 ചെയിൻ വരുന്നത് USB ആണ്. ഫാസ്റ്റിംഗ് വരുന്നത് നമുക്കറിയാം, ബ്ലൂ കളർ വരുമ്പോൾ ഫാസ്റ്റായിട്ടുള്ള USB-യുടെ. പിന്നുള്ളത് നമ്മുടെ HDMI. പിന്നുള്ളത് ഇത് ഔട്ടാണ്, ഇതും ഔട്ടാണ്. ടൈപ്പ് സി തന്നെ നമുക്ക് ഫാസ്റ്റായിട്ട് നമ്മുടെ ഫയൽ ട്രാൻസാക്ഷൻ നടക്കാനായിട്ടുള്ള വരുന്നത്. പിന്നെ ഇത് നമ്മുടെ ചെറിയ ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ തോന്നും, നമ്മുടെ ചാർജിങ്ങിന് വരുന്ന കാണിക്കുന്ന സിമ്പലാണ്. ചാർജ് കുറവാകുമ്പോൾ റെഡും ചാർജ് ഫുള്ളാകുമ്പോൾ ബ്ലൂ ആണ് കാണിക്കുന്നത്. പിന്നെ വരുന്നത് ഇത് നമ്മുടെ വരുന്നത് ഹെഡ്ഫോൺ ജാക്കാണ്. ഇത് ഹെഡ്ഫോൺ ജാക്കാണ്. പിന്നെ വരുന്നത് വീണ്ടും USB-യുടെ. അടുത്തത് വരുന്നത് USB 2.0. പിന്നെ നമ്മുടെ മെമ്മറി കാർഡ് ഇടുന്ന സോൾട്ട്. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇതിൽ ഇല്ലാത്തൊരു പോർട്ട് എന്തോ വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ RJ45 ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഡയറക്റ്റിൽ നെറ്റ്വർക്കിൻ്റെ ഇതിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. മോഡത്തിൽ നിന്ന് എടുത്ത് കണക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ പകരമായിട്ട് നമുക്ക് വൈഫൈ കണക്ടിവിറ്റി ഇതിനകത്തുണ്ട്. നമുക്കത് വേണമെങ്കിൽ എക്സ്ട്രാ നമുക്കത് മേടിക്കാൻ കിട്ടും. അത് നമുക്ക് മേടിച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം, നമുക്ക് അത്യാവശ്യമാണെങ്കിൽ മാത്രം. നിർബന്ധമൊന്നുമില്ലേ. ഇപ്പം ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ആരും വയറ് വെച്ചുള്ള പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ ഹെഡ്ഫോൺ തന്നെയാണെന്ന് പറഞ്ഞാൽ എല്ലാവരും ബ്ലൂടൂത്താണ്, ആരാ വയറും വെച്ച് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി അവരത് ഒഴിവാക്കിയായിരിക്കും. അപ്പം നമുക്ക് ലാപ്ടോപ്പ് ഒന്ന് നോക്കാം, അതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ്. ഇതാണ് അതിൻ്റെ ക്യാമറ വരുന്നത്. ഇതാണ് അതിൻ്റെ ക്യാമറ വരുന്നത്. ഇവിടെ നമുക്കൊരു ഷട്ടറും കാര്യങ്ങളും ഉണ്ട്. ക്യാമറ അടയ്ക്കാനും തുറക്കാനുമായിട്ട് ഷട്ടറും കാര്യങ്ങളും ഉണ്ട്. ഇതാണ് ഇതിൻ്റെ കീയും കാര്യങ്ങളും. ഇത് 14 ഇഞ്ചാന്ന് പറഞ്ഞുകൊണ്ട് സെപ്പറേറ്റ് ഇതിന് നമുക്ക് നമ്പറിൻ്റെ സെപ്പറേറ്റ് ഇവിടെ വരുന്നില്ല. 14 ഇഞ്ചായതുകൊണ്ട്. പ്രൊസസ്സർ വരുന്നത് ഇൻ്റൽ i3. പിന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞ റാമും കാര്യങ്ങളും, സ്റ്റോറേജ് എത്ര ഡിഗ്രി നമുക്ക് തുറക്കാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം. നമുക്ക് ലാപ്പ് ഓൺ ചെയ്ത് നോക്കാം. ഇതാണ് അതിൻ്റെ പവർ ബട്ടൺ. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തണ്ട് ഓണാകുന്ന സിമ്പൽ ഇവിടെ കാണിച്ചു. അപ്പോൾ നമ്മുടെ ലാപ്പ് ഓണായി വരും. ഏസറിൻ്റെ മാത്രമേ നമുക്ക് ഈ ബഡ്ജറ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. വേറെ ലാപ്പൊന്നും നമുക്ക് ഈ ബഡ്ജറ്റ് കിട്ടത്തില്ല. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ്, ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ. ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ലോക്കൊന്ന് അഴിച്ചിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ലോക്ക് അഴിച്ച ഇൻ്റർഫേസ്. സ്മൂത്തായിട്ട് തന്നെ നമുക്കെല്ലാം വർക്കാകുന്നുണ്ട് നിലവിൽ. ഞാൻ പറഞ്ഞല്ലോ, സ്മൂത്തായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക്. ഇതിൽ ബേസിക് ലാപ്ടോപ്പാണ്. ഇതിനകത്ത് കൂടുതലൊന്നും വലുതായിട്ടൊന്നും പെർഫോമൻസോ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിക്കില്ല. ഞാൻ ആദ്യം തന്നെ അത് പറയുന്ന കാര്യം അതാണ്. നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓടാം. ഞാൻ ചെറിയൊരു വീഡിയോസ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം, ഡിസ്പ്ലേ ക്വാളിറ്റി കാര്യങ്ങളും. നമുക്ക് യൂട്യൂബിൽ ഇപ്പം ഞാൻ നിലവിൽ ഇതാണ്ട് ഇവിടെ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം, ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്ന്. ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് ഉദ്ദേശിച്ചത്. ഒരു 4Kയുടെ ഒരു വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു വീഡിയോ. പരസ്യമാണ്. ഇതാണ് ഇതിൻ്റെ ഫുൾ HD, അതിൻ്റെ ക്ലാരിറ്റി, ഡിസ്പ്ലേ ക്ലാരിറ്റി നിങ്ങൾക്ക് കണ്ടാലറിയാം. കണ്ടോ മൊബൈലിൽ എത്രമാത്രം അതിന് കളറും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. സംഭവം ഇതാണ് സംഭവം. സൗണ്ട് ക്വാളിറ്റി നിങ്ങളെ ജസ്റ്റ് ഞാനൊന്ന് കേൾപ്പിച്ച് തരാമേ. ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. നമുക്ക് സൗണ്ട് ക്വാളിറ്റി കാരണം യൂട്യൂബിൽ കോപ്പിറൈറ്റിൻ്റെ ഒരു ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് നമ്മൾ മറ്റേ സിനിമ പാട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടാത്തത്. ജസ്റ്റ് നമുക്കൊരു കോപ്പിറൈറ്റ് ഇല്ലാത്ത ഒരു മ്യൂസിക് ഇട്ട് കേൾപ്പിച്ച് തരാം.
close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways, and on we'll go. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും എങ്ങനെ ഉണ്ടെന്ന്. ഇത് എത്രമാത്രം മനസ്സിലായി കാണുമെന്ന് എനിക്കറിയത്തില്ല. അത്യാവശ്യം യൂസൊക്കെ അടിപൊളിയായിട്ട് ഓടും. ഇപ്പോൾ വീഡിയോ കാണാനോ വല്ല സിനിമ കാണാനോ ഇതുപോലെ യൂട്യൂബിൽ കയറാനോ മറ്റു കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് ഈ സാധനം ഓടും. അതിനൊന്നും ഒരു വിഷയവും ഇല്ല, പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. സ്മൂത്തായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം ഓടും. നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പ്രശ്നമില്ലാതെ പോകുന്ന ഒരു ലാപ്ടോപ്പാണെന്ന് പറയാം. ഇതിൻ്റെ സ്പെക്ക് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ സ്പെക്ക്. 4GB അല്ല 512GB ആണ് സ്റ്റോറേജ് വരുന്നത്. പിന്നെ ഗ്രാഫിക്സ് കാർഡ്, പിന്നെ 8GB, പിന്നെ 12 ജനറേഷനാണ് വരുന്നത്. i3 12 ജനറേഷൻ. നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്യാമറയുടെ ഡിസ്പ്ലേ ഇങ്ങനെ വരുന്നൊരു വെട്ടൽ പോലെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത്, അല്ല വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് നിങ്ങളെ ഞാൻ കാണിച്ചു തന്നതാണ്. കറക്റ്റാണോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചിട്ടുണ്ട്. 8GB റാം, പിന്നെ 12 ജനറേഷൻ i3 പ്രോസസ്സർ, 12 ജനറേഷനാണ് വരുന്നത്. അതാണ് മെയിനായിട്ട് ഇതിൻ്റെ ഹൈലൈറ്റ് തന്നെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ലേറ്റസ്റ്റ് എനിക്ക് തോന്നുന്നു 14 വന്നെന്ന് തോന്നുന്നു. i3യുടെയും എല്ലാത്തിൻ്റെ 14 വന്നെന്ന് തോന്നുന്നു. അതാണ് അത് മെയിനായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്. അപ്പം ഇതാണ് നമ്മൾ എടുത്ത ലാപ്ടോപ്പിൻ്റെ വിശേഷം. ഇത് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ഉണ്ട് ലാപ്ടോപ്പ് നിലവിൽ. അപ്പം താല്പര്യമുള്ളവർ മേടിക്കുക. നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് മേടിക്കാൻ പറ്റുന്ന ഒരു ലാപ്ടോപ്പാണിത്. കാരണം എനിക്കതാണ് തോന്നുന്നത്. കാരണം ഈ പ്രൈസിൽ പിന്നെ 12 ജനറേഷനുമാണ് i3. പിന്നെ ഞാൻ പറയാം ഇന്നത്തെ കാലത്ത് ചിലവർ i3 ഒന്നും എടുക്കത്തില്ല, കാരണം i5 ആണ് എടുക്കുന്നത്. കാരണം ഞാൻ പറയുന്നത് അത് ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ യൂസ് അനുസരിച്ചാണ്. നമുക്ക് ഹൈ പെർഫോമൻസ് വേണമെങ്കിൽ ഹൈ പെർഫോമൻസ് ഉള്ള ലാപ്ടോപ്പ് തന്നെ നിങ്ങൾ എടുക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ചെറിയ ബേസിക് ലാപ്ടോപ്പാണ്. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ചോ കാര്യങ്ങളൊന്നും നമുക്ക് നോർമലായിട്ട് ഇപ്പോൾ പറഞ്ഞ സിനിമ, വീഡിയോസ്, ഫയൽ ട്രാൻസാക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമില്ല. അത് നൈസായിട്ട് പോകുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ റേറ്റ് ഇപ്പം ഞാൻ മേടിച്ചത് ഇപ്പോൾ 1 മാസം മേളിലാണ്. ഞാൻ ഓഫർ സമയത്താണ് മേടിച്ചതെന്നും പറഞ്ഞു. ഇത് ഇപ്പം ആൾക്കാർ പോയിട്ട് ഇതിൻ്റെ മോഡൽ നമ്പറും വെച്ച് അടിച്ചു നോക്കിയിട്ട് പിന്നെ പറയുന്നത് 30, 45, 50 എന്ന് പറഞ്ഞ് ആരും വന്ന് എന്നെ തെറി പറയില്ല. ഇത് ഓഫർ പ്രൈസിന് പല റേറ്റിലും ഫ്ലിപ്കാർട്ടിലാണ്. അവരിക്കും റേറ്റ് കൂട്ടും കുറയ്ക്കും. നിങ്ങൾ ഇതൊരു 23-25 രൂപയ്ക്ക് അടുത്ത് മേടിച്ചാലാണ് നമുക്ക് പ്രയോജനം. ആ ഒരു ബഡ്ജറ്റിലുള്ള സാധനം ഉള്ളതെന്നേ ഞാൻ പറയത്തുള്ളൂ. പോയിട്ട് 30-35 രൂപയ്ക്കൊന്നും നിങ്ങളിത് മേടിക്കാൻ നിൽക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം എനിക്കൊരു മനസ്സിലായി വെച്ചത് അത്രയ്ക്കുള്ള പ്രൈസിനുള്ള സംഭവം ലാഭം. അതുള്ള കാര്യം ഞാൻ പറയാമല്ലോ, അത്രയ്ക്കുള്ളത് ഇല്ല. പിന്നെ ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു റേറ്റ് 35 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് എടുക്കാനാണെങ്കിൽ എനിക്കൊന്ന് എസ്പീഡൊക്കെ ഉണ്ട്. എസ്പീഡൊക്കെ പോയി എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു, ഇതെടുക്കുന്നതിനേക്കാൾ നല്ലത്. പിന്നെ ഇതിൻ്റെ വാറണ്ടി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 1 ഇയറാണ് വാറണ്ടി വരുന്നത്. നമ്മൾ ഓൺലൈനിൽ മേടിക്കുമ്പോൾ നമ്മൾ ഒന്നുകിൽ കസ്റ്റമർ കെയർ വിളിക്കുക, അല്ലെങ്കിൽ ഇവരുടെ വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റിൽ കയറി നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മതി. വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ വെബ്സൈറ്റ് വേണമെങ്കിൽ ഞാൻ ഇട്ടേക്കാം ഏതൊക്കെയാണ്. പിന്നെ വേണം സ്പെക്കും കാര്യങ്ങളും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓഫർ സമയത്ത് മേടിക്കുക. ഏസറിൻ്റെയാണ് ലാപ്ടോപ്പ്. ഒരു കാര്യം ഞാൻ മറന്നുപോയി. അതായത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ലാപ്ടോപ്പ് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി 1 മാസം മേളിലായെന്ന്. അതുകൊണ്ട് അതിൻ്റെ ബോക്സും കാര്യങ്ങളൊന്നും ഇപ്പം നിലവിൽ എൻ്റെ കയ്യിലില്ല, വീട്ടിലിരിക്കുവാണ്. അപ്പം അതെന്തോ ആയിക്കോട്ടെ. ഇതിനകത്ത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ മാനുവലും, പിന്നെ ഒരു വാറണ്ടി കാർഡും, പിന്നെ ഒരു ചാർജർ അഡാപ്റ്ററും. ചാർജർ അഡാപ്റ്ററെ നിങ്ങളെ കാണിച്ചില്ല, അത് കയ്യിലുണ്ട്, അത് ഞാൻ കാണിക്കാം.
ഇതാണ് ഇതിൻ്റെ ചാർജർ അഡാപ്റ്റർ. ടൈപ്പ് സി ആണ്. ഞാൻ ആദ്യം പോർട്ട് കാണിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞാൽ ടൈപ്പ് സി ആണ്. ഇതാണ് അതിൻ്റെ ചാർജർ അഡാപ്റ്ററിൻ്റെ പിന്ന് വരുന്നത്, നമ്മൾ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ അഡാപ്റ്റർ. ഇത് 65 വാൾട്ടാണ് നമുക്ക് കമ്പനി തരുന്നത്, ഇതിലെ ചാർജർ തരുന്നത് വാൾട്ടെന്ന് പറഞ്ഞു. ഏകദേശം എനിക്കൊന്നൊരു 4-5 മണിക്കൂർ എടുക്കുന്നു. 30% ചാർജിൽ നമുക്ക് കയറാനായിട്ട് ഏകദേശം എത്രയും സമയം. ബാക്കപ്പും നമുക്ക് ഏകദേശം ഒരു 3-4 മണിക്കൂർ. അത് ബാക്കപ്പൊക്കെ നമ്മൾ യൂസിനനുസരിച്ചാണ് നമുക്കത് പറയാൻ പറ്റും. അത് നമുക്ക് ഏത് ലാപ്ടോപ്പിനാണ് പറഞ്ഞാൽ കമ്പനി ഇത്ര പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂസ് അനുസരിച്ച്. ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ കമ്പനി 6 എന്ന് പറഞ്ഞാൽ അപ്പോൾ 7-8 മണിക്കൂർ കിട്ടുമായിരിക്കും. നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കമ്പനി 6 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് 4 മണിക്കൂർ കിട്ടത്തുള്ളതായിരിക്കും. അപ്പം അതിനെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഏകദേശം ഒരു 3-4 മണിക്കൂർ കിട്ടുമായിരിക്കും നോർമൽ യൂസ് ആണെങ്കിൽ. നമ്മൾ നോർമൽ വർക്ക് സംബന്ധമായിട്ടുള്ള നോർമൽ യൂസ് ആയതുകൊണ്ട് അത്രേ വരത്തുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ. ആർക്കെങ്കിലും വാങ്ങിക്കാനും എടുക്കാനും താല്പര്യമുണ്ട്, ഫ്ലിപ്കാർട്ടിലുണ്ട്, ഓഫർ സമയത്തുണ്ട്, അല്ലെങ്കിൽ അവരുടെ സൈറ്റിൽ ഡയറക്റ്റിൽ മേടിക്കാം. ഓഫർ സമയത്ത് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പ്രൈസിൽ കിട്ടും. ഇപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു പ്രൈസ് റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു അതിന്. അപ്പം മേടിക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ മേടിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പരെ